നമസ്കാരം, എൻ്റെ പേര് മഹാദേവൻ. എൻ്റെ ഒരു പുതിയൊരു സംരംഭത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംരംഭം എന്നല്ല, ഒരു സാഹസം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ പുതിയ പോഡ്കാസ്റ്റ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങളിൽ ഒരുവൻ മഹാദേവൻ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളെ പറ്റിയൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരുടെ കാര്യങ്ങൾ, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല ചെറിയ ചെറിയ നുറുങ്ങിൻ്റെ കാര്യങ്ങൾ, നുറുങ്ങായിട്ടുള്ള കാര്യങ്ങൾ, അത് എൻ്റേതായ കാഴ്ചപ്പാടിൽ കൂടെയും എൻ്റേതായ ഭാഷയിൽ കൂടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു എളിയ ശ്രമമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിനെ എനിക്ക് പ്രചോദനം നൽകിയത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വാട്സപ്പ് ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ഞാൻ അതിലേക്ക് വരാം. ഇനി ഒന്ന്, നമ്മുടെ ഈ ഇടയായിട്ട് നമ്മുടെ 10ാം ക്ലാസ് കുട്ടികളുടെ റിസൾട്ട് വരികയുണ്ട് അല്ലേ. ഒരുപാട് A+ ഗ്രേഡ്, നല്ല മാർക്കോട് നല്ല ഗ്രേഡോട് കൂടിയ പാസ്സായ കുട്ടികൾ ഇല്ലേ. നല്ലൊരു ആഘോഷമായിരുന്നു അത്. എല്ലാവരും കൂടെ ആഘോഷിക്കുകയുണ്ടായി. ഒരുപാട് അഭിനന്ദനങ്ങൾ, യാതൊരു സംശയമില്ല, അഭിനന്ദനം അറിയിക്കുന്നത് തന്നെയാണ്. പാവം കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് നേടി, അപ്പോൾ അതൊരു വിജയമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോൾ വിഷയം വേറൊന്നുമല്ല, സക്സസ് അല്ലെങ്കിൽ വിജയങ്ങളുടെ കഥ. പലപ്പോഴും നമ്മൾ ഈ ഒരു ടേം സക്സസ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും സാധാരണ രീതിയിൽ ഉദ്ദേശിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ് അല്ലേ. വലിയ കാർ മേടിക്കുന്നു, വലിയ വീട് വയ്ക്കുന്നു, ബിസിനസ് ഒരുപാട് സക്സസ്ഫുൾ ആകുന്നു, വലിയ വലിയ ഡിഗ്രികൾ നേടുന്നു, വിദേശത്ത് നിന്ന് പഠിക്കുന്നു. ശരിയാണ്, എല്ലാമേ വിജയങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതിലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു ടൈം, ആ ഒരു സ്പാനിൽ, ആ ഒരു ബാൻഡ്വിഡ്ത്തിൽ നമ്മൾക്ക് ഒരുപാട് ചെറിയ ചെറിയ വിജയങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ എന്തിൻ്റെ പുറകെ ഓടുകയാണ്. നമ്മൾ പല വലിയ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ മത്സരിക്കുന്നു, നമ്മൾ അതിനുവേണ്ടി കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആകുന്നു. ഒരു കാര്യം ഓർക്കുക, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ തോന്നുമായിരിക്കും, എന്താണ് ഈ ചെറിയ വിജയം എന്നുള്ളതല്ല, എല്ലാം ഈ ചെറിയ വിജയമാണ്. ദുഃഖം എന്നുള്ളതിൻ്റെ പോട്ടെ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളുണ്ടല്ലോ, ഒരേപോലെയല്ലല്ലോ. ഒരു പകലുമുണ്ടെങ്കിൽ ഒരു രാത്രിയുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ട് പഠിച്ച് മറന്ന് പഴകിയ ഉപമകളായിരിക്കാം. അതേപോലെയാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ വിജയങ്ങളുടെ കഥ. ഞാൻ സ്പോട്ടിഫൈയിൽ ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. വോയിസ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഓഡിയോ പോഡ്കാസ്റ്റാണ് ഇത്. ഇതിൻ്റെ അടുത്ത് ഞാൻ ചെയ്യുന്നുണ്ടായി ദ എവറിഡേ ജോയ് ഇൻ അക്കംപ്ലിഷിംഗ് സ്മോൾ തിങ്സ് ഓർ സ്മോൾ വിൻ. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് മഴയുള്ള സമയമാണ്, രാവിലെ തന്നെ നല്ല ചൂടുള്ള കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ ഇഷ്ടമനുസരിച്ച് പുറത്ത് വന്നിരുന്ന മഴയും ആസ്വദിച്ച് നമ്മൾ ആ ചായ ഊതി കുടിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അല്ലേ, അതൊരു വിജയമാണ്. കാരണം നമ്മൾ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുകയാണല്ലോ. കറക്റ്റായിട്ട് വാക്ക് ശരിക്കും മലയാളത്തിൽ എനിക്ക് കിട്ടുന്നില്ല. അതേപോലെ നമ്മൾ അന്ന് രാവിലെ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ഒരു മടിയും കൂടാതെ, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ കാര്യം ചെയ്തേ പറ്റുള്ളൂ. അതെന്തെങ്കിലും ചെറിയ കാര്യമായിക്കോട്ടെ, ഓഫീസിലേക്ക് അയക്കുന്ന കുറേ മെയിലുകളായിക്കോട്ടെ. ഇല്ല, ഇന്നത്തെ കാലത്ത് ഈ മെയിലുകളാണല്ലോ മെയിനായിട്ട് ഓഫീസിലെ കാര്യങ്ങൾ. വാട്സപ്പിൽ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതിനൊരു മെസ്സേജ് കൊടുക്കുക. സക്സസ് അതൊരു ചെറിയ വിജയമാണ്, സ്മോൾ വിൻ. അതുപോലെ നമ്മൾ
രാവിലെ തന്നെ എണീക്കുന്നു, നമ്മൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു, നമ്മൾ ഡ്രസ്സ് ചെയ്ത് പൊട്ടപ്പനായിട്ട് കണ്ണാടി മുന്നിൽ നോക്കുന്നു. എപ്പോഴെങ്കിലും നമ്മൾ നോക്കി നമ്മൾ ചിരിച്ചിട്ടുണ്ട്? ഒരു പുഞ്ചിരി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ട് ലുക്കിംഗ് ഗുഡ് ടുഡേ, ലുക്കിംഗ് ഗ്രേറ്റ്. ആ ഒരു ആത്മവിശ്വാസത്തെ നമ്മൾ പറയാറില്ല. പറഞ്ഞു നോക്കൂ, അതൊന്നും ഒരുങ്ങി ചെയ്യാം. നിങ്ങൾ പോവുക, ആത്മാർത്ഥമായിട്ട് താങ്കളുടെ ഒരു സുഹൃത്തിനെ കാണുന്നു, തൊട്ടടുത്ത അയൽക്കാരത്തെ കാണുന്നു, ഒരു നല്ലൊരു പുഞ്ചിരി, അൾട്ടിമേറ്റ്ലി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു തുടർക്കഥയാണ് ആ ദിവസത്തെ ജീവിതം. ബേസിക്കലി ഇംഗ്ലീഷിൽ കുറെ കാര്യങ്ങൾ പറയും. ബി മൈൻഡ്ഫുൾ. എപ്പോഴും ജീവിതത്തിന് ആസ്വാദികരമായ ഒരു നന്ദിയോടുകൂടെ പ്രകൃതിയോടും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളോടും നമ്മുടെ ആൾക്കാരോടും എല്ലാവരോടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ആത്മാർത്ഥമായ ഒരു സ്നേഹം, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ഒരു സഹായത്തിന് ഒരു താങ്ക് യു, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു വിജയത്തിൻ്റെ ഓരോരോ വിജയങ്ങളുടെ ചങ്ങല ഒരു തരം. ചിലപ്പോൾ ചോദിക്കായിരിക്കും, ഇതൊക്കെ എന്ത് കാര്യം, നമ്മൾ എല്ലാം ചെയ്യുന്നതല്ലേ? ആണ്, ചെയ്യുന്നതാണ്. പക്ഷെ ബീയിങ് മൈൻഡ്ഫുൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുക, അത് ആസ്വദിച്ച് ചെയ്യുക, അപ്പോഴാണ് അതിനൊരു അർത്ഥമുണ്ടാകുന്നത്. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാം. ഈ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മളൊരു പതിവാക്കുകയാണെങ്കിൽ, അതിനെ ആഘോഷിക്കുന്ന നമ്മളൊരു പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വിജയത്തിലേക്കുള്ള ചവിട്ടുകൂടി അല്ലെങ്കിൽ ഒരു വാതിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ തുറക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബി മൈൻഡ്ഫുൾ, സെലിബ്രേറ്റ് യുവർ സ്മോൾ വിൻ എവറി ഡേ ഓർ സ്മോൾ അക്കംപ്ലിഷ്മെന്റ്സ്. ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു വലിയൊരു തുടർക്കഥയാവട്ടെ നമ്മുടെ എല്ലാ ദിവസങ്ങളും എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ ടിപ്പും കൂടെ തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ഡു ഇറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല? രാവിലെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ആപ്പുകളിലും കാലണ്ടറിലും ഗൂഗിളിലും എല്ലാത്തിലും കാണാം. അതേപോലെ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഡൺ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അന്ന് നിങ്ങൾ ചെറുതായിട്ട് പോലും ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു നോട്ട് അത് എഴുതിക്കഴിഞ്ഞ് വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ ദിവസം എത്രയധികം കാര്യങ്ങൾ ചെയ്തു. ഒന്ന് ചെയ്തു നോക്കി, ഒരുപാട് മാറ്റങ്ങൾ വരും. ഞാൻ ചെയ്യാൻ തുടങ്ങി, എനിക്കതിൻ്റെ ഫലവും കാണാം. താങ്ക് യു സോ മച്ച്. വീണ്ടും ഇതേപോലെയുള്ള ചെറിയ കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾ ഒരുവൻ മഹാദേവൻ. താങ്ക് യു.